ശരിയോ? ഇപ്പൊ നമുക്ക് ആരംഭിക്കാം. തേജസ്വിനാവതീതമസ്തു വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ പിന്നീട് ദേവി പറഞ്ഞാല് 8 വർഷം കൊണ്ട് ദശമുഖം പഠിച്ചു കഴിഞ്ഞു. 90 അധ്യായം. ഏകാദശം 31 അധ്യായമുള്ളൂ. അപ്പൊ നമുക്ക് ഒത്തിരി കാലം എടുക്കാതെ തീർക്കാൻ പറ്റും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ഏകാദശം പോലെ അത്ര എളുപ്പം ഓടിപ്പോകാൻ പറ്റില്ല. എങ്കിലും ചിലയിടത്തൊന്നും കുഴപ്പമില്ല. ദശമം ഏകാദശം എന്ന് കേൾക്കുമ്പോ എല്ലാവരുടെയും ധാരണ ഇത്തിരി കേൾക്കാനാണ് വിഷമം. അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ചില അധ്യായങ്ങൾ മാത്രം അത് നമുക്ക് പരിചിതമായ വേദാന്ത വിഷയങ്ങൾ തന്നെ. നിങ്ങളൊക്കെ ഉപനിഷത്തും ഭാഗവതവും ഒക്കെ കുറെ നോക്കിയൊക്കെ പരിചയമുള്ളവർക്ക് അത്ര വലിയ വിഷമമൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. നമുക്ക് കഴിവതും സിമ്പിൾ ചെയ്ത് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഏകാദശത്തിന്റെ വിഷയം മുക്തിയാണ്. മുക്തി എന്ന് വെച്ചാൽ മോചനം എന്നാണ്. കർമ്മബന്ധത്തിൽ നിന്ന് മുക്തി നേടുന്ന അവസ്ഥ, അതേ ഉള്ളൂ. അതിന്റെ അപ്പുറത്താണ് ലയം എന്നുള്ള അവസ്ഥ. അതുകൊണ്ടാണ് 12ൽ ആശ്രയം എന്നൊരു വിഷയങ്ങൾ വന്നേക്കുന്നത്. ഈ മുക്തി കൊണ്ട് മുഴുവനായില്ല. അത് ഇവിടെ നിന്നും ജീവൻ മുക്തനായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സകലതും ശേഷിച്ച് സ്വതന്ത്രനായി മുക്തനായി പോകുന്നു. പോയാൽ ലക്ഷ്യത്തിലേക്ക് എത്താം. പക്ഷെ അവിടെ എത്തുന്ന അവസ്ഥയുടെ പേര് ആശ്രയം, ലയം എന്നാണ്. അത് പിന്നീടാണ് പറയുക. അതുകൊണ്ട് ഏകാദശം കൊണ്ട് മാത്രമാവില്ല. ഏകാദശം കേൾക്കണം, അറിയണം. എല്ലാ വിഷയത്തിലും നമുക്ക് പ്രവേശിക്കാം. 1-ാം അധ്യായത്തിൽ ശ്രീ ശുകൗവാചാം കൃത്വാദൈത്യവധം കൃഷ്ണഫരാമോ യദുഭ്രൂവൃതാം ഭുവോ അവതാരയദ്ഭാരം ജവിഷ്ഠം ജനയൻ കലിം. ദൈത്യവധം കൃത്വ, അസുരന്മാരുടെ വധം ചെയ്തിട്ട് ശ്രീകൃഷ്ണൻ രാമനോടൊപ്പം യദുഭിഹി വൃത, യാദവന്മാരോട് ചുറ്റപ്പെട്ടവനായിട്ട് ഭുവഹ, ഭൂമിയുടെ അവതാരയത് ഇറക്കി വെച്ചു, അവതരിച്ചു. ഇങ്ങനത്തെ ഇറങ്ങി വരികയാണ്. അവതാരയത് ഇറക്കി വെച്ചു. ഭാരം ഭൂവോ ഭാരം അവതാരയത്, ഭൂമിയുടെ ഭാരം ഇറക്കി വെച്ചു. ജവിഷ്ഠം കലിം ജനയൻ, ശക്തിമത്തായ കലിയെ ജനിപ്പിച്ചുകൊണ്ടാണ് ഈ കൃത്യം ഭഗവാൻ നിർവഹിച്ചത്. ദശമസ്കന്ധത്തിലെ വിഷയങ്ങൾ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ചുരുക്കി പറയാം, എന്നിട്ടാണ് മുന്നോട്ട് പോവുക. എന്താണ്? ഒറ്റ വരി ഇതേ ഉള്ളൂ. ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി ഭഗവാൻ ബലരാമനോടും യാദവന്മാരോടും ഒപ്പം നന്നായിട്ട് പരിശ്രമിച്ച് അതിൻ്റെ പാകത്തിന് കലിയെ ജനിപ്പിച്ച് അതുകൊണ്ടാണ് ഈ ഭാരത്തെ മുഴുവൻ ഉപസംഹരിക്കാൻ സാധിച്ചത്. ഭൂഭാര അപനോദനം എന്നാണ് ഈ ദശമത്തിന്റെ മറ്റൊരു. ഭൂമിയുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുക, കളയുക. ഇതായിരുന്നല്ലോ കൃഷ്ണാവതാരത്തിന്റെ ലക്ഷ്യം. ദേവന്മാരും ഭൂമിദേവിയും ബ്രഹ്മാവും കൂടി ചെന്ന് ഭഗവാനോട് അപേക്ഷിച്ചത്, ഈ ഭൂമിക്ക് ഭാരം താങ്ങാനാവില്ല, അതുകൊണ്ട് എന്താണ് പരിഹാരം, എന്ത് അങ്ങ് നിർദ്ദേശിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ തന്നെ അവതരിച്ച് ഭൂമിയുടെ ഭാരത്തെ ഞാൻ ഇല്ലാതാക്കിക്കൊള്ളാം. അങ്ങനെ കൃഷ്ണൻ ഒറ്റയ്ക്ക് പറ്റില്ല, രാമൻ വേണമായിരുന്നു, യാദവന്മാരും വേണമായിരുന്നു. അങ്ങനെ ആ കാര്യം ഏതാണ്ടൊക്കെ ഒതുക്കി തീർത്തു. എല്ലാവരും തീർന്നില്ല എങ്കിലും അതൊക്കെ ദശമസ്കന്ധത്തിൽ എങ്ങനെയാണ് ഭൂഭാരത്തെ ദുഷ്ടനിഗ്രഹണം കൊണ്ട് സാധിച്ചത് എന്ന് വിസ്തരിച്ച് ചുരുക്കി പറഞ്ഞത് മാത്രമാണ്. ദൈത്യവധം ചെയ്തിട്ട് കൃഷ്ണൻ രാമനോടൊപ്പം യാദവന്മാരോട് കൂടി ചേർന്നു.
അവതാരയത് ഭൂമിയുടെ ഭാരത്തെ ഇറക്കി വെച്ചു താൻ അവതരിച്ചിട്ട്. താൻ അവതരിച്ചത് സ്വന്തം ഇച്ഛ കൊണ്ടാണ്. ഭൂമിയുടെ ഭാരത്തെ മാറ്റിത്തരണമെന്ന് മാത്രമേ ബ്രഹ്മാവും ദേവന്മാരും ഭൂമിയും അപേക്ഷിച്ചുള്ളൂ. ഭഗവാൻ സ്വയമേവ നിശ്ചയിക്കായിരുന്നു ഇന്ന രൂപത്തിൽ ഇന്നിടത്ത് അവതരിച്ച് ഇന്ന തരത്തിൽ വേണം എന്ന്. അത് ഭഗവാന്റെ ഇച്ഛയായതുകൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ച ഭഗവാന് ഈശ്വരത്വത്തിന് ഹാനി ഒട്ടുമുണ്ടായില്ല. കൃഷ്ണാവതാരത്തിന് വലിയ മഹത്വം അവിടെയാണ്. രാമാവതാരം വരെ മനുഷ്യത കൂടുതൽ മുമ്പിരിക്കാം. പക്ഷെ ഇവിടെ അതല്ല. ഈ കൃഷ്ണാവതാരത്തിൽ താൻ സ്വേച്ഛ കൊണ്ട് തൻ്റെ ഇഷ്ടം കൊണ്ട് അവതരിച്ചത് കൊണ്ട് തൻ്റെ ഈശ്വരത്വത്തിന് ഒരു കോട്ടവും തട്ടിയില്ല, മഹിമാവിന് കുറവുണ്ടായില്ല. ഉണ്ടായപ്പോൾ മുതൽ ഇത് കാണിച്ചു. ദേവകി വസുദേവരുടെ മുമ്പിൽ കാണിച്ചു, യശോദയുടെ മുമ്പിൽ കാണിച്ചു, വസുദേവരുടെ മുമ്പിൽ കാണിച്ചു, ഗോപന്മാരുടെ മുമ്പിൽ കാണിച്ചു. ഇങ്ങനെ അന്തിമം വരെ എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് മനുഷ്യനായ കൃഷ്ണനല്ല, തൻ്റെ ഈശ്വരത്വത്തെ അവിടെ പ്രകടമാക്കി കാണിച്ചു. എന്നാലും ജീവിച്ചതൊക്കെ മനുഷ്യന്റെ രീതി കൂടിയാണ്. അതിന് വ്യത്യാസം വരുത്തിയില്ല. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമോ അതുകൊണ്ടാണ് ദശമത്തിന് ഒടുവിലെ എന്താണ് ഭഗവാന്റെ ഗാർഹസ്ഥ്യമൊക്കെ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞ കൊണ്ടാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമോ അതനുസരിച്ച് താൻ ഇവിടെ ജീവിക്കുകയും ചെയ്തു. സംഹരിക്കേണ്ടവരായ ചിലരെയൊക്കെ താൻ തന്നെ കൊന്നു. ചില ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിച്ചു. ഫരാമോ, രാമനോടൊപ്പമാണ്. ചില രാമനെ കൊണ്ട് കൊല്ലിച്ചു. പിന്നെ ചില ബന്ധുക്കളും സ്നേഹിതന്മാരും ഒക്കെ സഹായികളുണ്ടെങ്കിലേ ഏത് കാര്യവും നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് പറ്റില്ല. ഈ ഒരു പാരസ്പര്യമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ സത്ത എന്ന് കാണിച്ചു. ബന്ധുക്കൾ വേണം, പിന്നെന്താണ് അച്ഛനമ്മ മക്കൾ, ഇങ്ങനെ ഒന്നിച്ചു വരുന്ന ഒരു പാരസ്പര്യമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സഹായമായി തീരൂ എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി ഭഗവാൻ അവതാര കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടി ദേവന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അവരാണ് വാസ്തവത്തിൽ യാദവന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചത്. അവരോടൊക്കെ ചേർന്ന് തൽക്കാലോചിതങ്ങളായ അനേകം കാര്യങ്ങൾ നിർവഹിച്ചു. അപ്പൊ ഇതൊരു മനുഷ്യ നാട്യമാണ് വാസ്തവം. ഇതിന്റെ പാകത്തിന് കലിയെ ഇവിടുന്ന് വിട്ടില്ല. കലി പോയാൽ പിന്നെ ഇത് നടക്കില്ല. ദുഷ്ടനിഗ്രഹണം നടത്തണമെങ്കിൽ കലി ഇവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് അന്ന് പരീക്ഷ ചോദിച്ചപ്പോ പറഞ്ഞ കലിയെ ഇപ്പൊ വിടുന്നില്ല, ഇവിടെ നിൽക്കട്ടെ. കാരണം ഈ കലി കൊണ്ടുണ്ടാകുന്ന കലഹം കൊണ്ട് വേണം ജനങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കി തങ്ങളിൽ തല്ലി അടിപിടി ഉണ്ടാക്കി കുറെ പേരില്ലാതാവണം. അപ്പൊ താൻ നോക്കിയെന്നാ അതിന് താൻ പാണ്ഡവന്മാരെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ പല തരത്തിൽ ഭൂഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ജവിഷ്ഠമായ കലിയെ ജനിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരത്തെ മുഴുവൻ സംഹരിച്ചുവെന്ന് മുൻ അധ്യായവും ഇതുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഒരു ശ്ലോകത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. കൃത്വാദൈത്യവധം കൃഷ്ണ ഫരാമോ യദുഭ്രൂവൃതാം ഭുവോപതാരയദ്ഭാരം ജവിഷ്ഠം കലിം. കൃത്വാദൈത്യവധം കൃഷ്ണ ഫരാമോ യദുഭ്രൂവൃതാം ഭുവോപതാരയദ്ഭാരം ജവിഷ്ഠം ജനയൻ കലിം. ഏകോപിതാം സുബഹുപാണ്ഡുസുതാ സ്വപത്നയത് ദുർദ്യൂതഹേളനകചഗ്രഹണാദിഭിസ്താൻ കൃത്വാ നിമിത്തമിതരേതരതഃ സമേതൻ ഹത്വാ നൃപൻ നിരഹരത് ക്ഷിതിഭാരമീശ. എങ്ങനെയൊക്കെയാണ് ക്ഷിതിഭാരത്തെ ഉപസംഹരിച്ചതെന്ന് പറയാൻ പറഞ്ഞതാണ്. ആരാണോ കോപിതാഹ, കോപിക്കപ്പെട്ടത്, സുബഹു വളരെയധികം, പാണ്ഡുസുതാഹ പാണ്ഡുവിന്റെ പുത്രൻ, സ്വപത്നൈഹി ശത്രുക്കളാണ്. സ്വപത്നന്മാർ ശത്രു. പാണ്ഡുസുതാഹ സ്വപത്നൈഹി സുബഹു കോപിതാഹ. പാണ്ഡുപുത്രന്മാർ ശത്രുക്കളായ ദുര്യോധനാദികളെ കൊണ്ട് വളരെയധികം കോപിഷ്ഠരായി തീരേണ്ടി വന്നു. എവിടേക്കാണ് ഇത്? ദുർദ്യൂതം, കള്ളച്ചു. ദുർദ്യൂതം
ദുഷ്ടമായ ചൂത്, ദ്യൂതം ചൂത്, ദ്യൂത, ഹേളനം കളിയാക്കൽ, അവമാനിക്കുക, ഹേളന, കചഗ്രഹണാദിഭിസ്താൻ, കചഗ്രഹണം മുടി പിടിച്ച് വലിക്കൽ, പാഞ്ചാലിയുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചാണ് കൊണ്ടുവന്നത്. അപ്പൊ ദുർജൂത, ഹേളന, കചഗ്രഹണാദിഭി, ഇനിയുണ്ട്, മൂന്നാലെണ്ണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറെ ദുർവ്യാപാരങ്ങളെ കൊണ്ട് പാണ്ഡവന്മാരെ കോപിപ്പിച്ചു. ദുർജൂത, ഹേളന, കചഗ്രഹണാദിഭി താൻ, അവരെ കൃത്വ നിമിത്തം ഇതരേതരത സമേതാൻ, ഇതരേതരത സമേതാൻ, അന്യോന്യ സംഘത്തിൽ ചേർന്നിട്ട്, ഇതരത പരസ്പരമുള്ള, അന്യോന്യം അവിടെയും ഇവിടെയുമുള്ള ഇതരേതരങ്ങളായ അന്യോന്യ സംഘങ്ങളിൽ സമേതാൻ കൂടിച്ചേർന്നവരായ നൃപാൻ രാജാക്കന്മാരെ ഹത്വ കൊന്നിട്ട് ഒരു കാരണം ഉണ്ടാക്കിയിട്ടാണ് ഇവരെ ഈ പരസ്പരം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നത്. ഒരു സംഘത്തിൽപ്പെട്ട ചിലരെ അവിടുന്ന് കാലുമാറി ഇപ്പുറത്തെ സംഘത്തിൽ വരിക, അപ്പം അവിടുന്ന് ചില ആൾക്കാരെ ഇങ്ങോട്ട് വരിക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നിമിത്തം കൊണ്ട്, നിമിത്തം കൃത്വ ഒരു കാരണം ചെയ്തിട്ട് ഇതരേതരത സമേതാൻ പരസ്പരം കൂടിച്ചേർന്നവരായിട്ട് നൃപാൻ രാജാക്കന്മാരെ ഹത്വ കൊന്നിട്ട് ക്ഷിതിഭാരം ഈശഃ നിരഹരത്, ഭൂഭാരത്തെ ഈശ്വരൻ നിരഹരത് നശിപ്പിച്ചു. ആ ഭൂഭാരത്തെ നശിപ്പിക്കാൻ താൻ തന്നെ ശ്രമിക്കലല്ല, ബലരാമനെ കൊണ്ട് ശ്രമിപ്പിക്കലല്ല, പിന്നെ എന്താണ്, ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുണ്ടായ ശത്രുത മുതലെടുത്തിട്ട് അവരെ തമ്മിലടിപ്പിച്ചിട്ട് അനേക ദുഷ്ടന്മാരെ അവരെ കൊണ്ട് കൊല്ലിക്കാം, ഇല്ലാതാക്കാം. താൻ നോക്കി ഫാക്ഷിയായിട്ടെന്നാണ്. മഹാഭാരത യുദ്ധത്തിലാണ് ഭൂഭാരത്തെ മുക്കാലും നശിപ്പിച്ചത്. അതിന് കൃഷ്ണന് സാക്ഷി മാത്രമേ ആയിരുന്നുള്ളൂ, ഒന്നും ചെയ്തില്ല. പാണ്ഡവരെ കൊണ്ട് ദുഷ്ടന്മാരെയൊക്കെ കൊല്ലിച്ചു, എത്രയോ പേരെ കൊല്ലിച്ചോടെ. അതൊക്കെ ഭൂഭാരത്തെ ഇറക്കാൻ വേണ്ടിയുള്ള ഭഗവാന്റെ ഒരു നാട്യവിദ്യയാണ്. അതാത് രാജ്യത്തിനുണ്ടായ രാജാക്കന്മാര് ചില ദുഷ്ടന്മാരാണ്, ചിലരെ വളരെ ശാന്തശീലരായ സർമ്മിഷ്ഠന്മാരാണ്. രണ്ട് തരത്തിലും ഉള്ള ആൾക്കാര് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ദുഷ്ടന്മാരുണ്ട്, ശേഷന്മാരുണ്ട്. അതുകൊണ്ട് അവർക്ക് തമ്മിൽ കലഹമുണ്ടാക്കാൻ വളരെ എളുപ്പം. എല്ലാവരും ഒറ്റ കൂട്ടരായിരുന്നെങ്കിൽ പരസ്പരം കലഹം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് കലഹമുണ്ടായി. അവരിൽ പ്രധാനികൾ പാണ്ഡവരും കൗരവരും. കുറെ പേര് പാണ്ഡവരുടെ കൂടെ ചേർന്നു, കുറെ പേര് കൗരവരുടെ കൂടെ ചേർന്നു. ആദ്യം ചേർന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് കുറെ പേര് അങ്ങോട്ട് പോയി. ഇങ്ങനെ ഇന്നത്തെ ഭരണം പോലെ തന്നെ കുറെ പേര് ഇങ്ങോട്ട് വരുന്നു, കുറെ പേര് അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് പോയത് തെറ്റി പിന്നീട് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് മാറ്റിയെടുത്തു. ഇവർ പാണ്ഡവരും കൗരവരും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണെങ്കിലും അവരിൽ ഉണ്ടായിരിക്കുന്ന ഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ട് ശത്രുക്കളായിട്ട്, സത്വരജസ്തമോ ഗുണങ്ങളിലെ ഏറ്റക്കുറച്ച്, അതാണ് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പലപ്പോഴും ശത്രുക്കളായി തീരുക. രാമായണം മുതലേ നമുക്കിത് കാണാം, വാൽമീകി മുതലേ അവതരിപ്പിക്കുന്നു. ബാലിഫിഗിരികൾ നടന്നത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ അടിപിടിയായി, കലഹമായി, തല്ലായി, വെട്ടായി, കൊത്തായി, നശിപ്പിക്കലായി ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? വൈഷമ്യം. ഗുണത്തിന്റെ സമാനതയല്ല, ഗുണത്തിന്റെ വൈഷമ്യം ഉണ്ടാകും. അങ്ങനെ പാണ്ഡവരെ ആഭ്യന്തരമായും ബാഹ്യമായും ഭഗവാൻ സഹായിച്ചു. എപ്പോഴും ഭഗവാന് സത്വഗുണത്തിന്റെയും സദ്ഗുണങ്ങളുടെയും കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റവരെയാണല്ലോ നശിപ്പിക്കേണ്ടത്, അപ്പൊ താൻ ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ രണ്ടു വിധത്തിലും ഭഗവാന്റെ ബന്ധുക്കളായി തീർന്നു പാണ്ഡവർ. കൗരവന്മാർ
ശത്രുക്കളായി. കാരണം കൂടാതെ അവർ പാണ്ഡവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആദ്യം മുതലേ നമുക്ക് ഈ കഥയിൽ അറിയാം. അങ്ങനെ സജ്ജനങ്ങളെ ഉപദ്രവിക്കാൻ ദുർജനങ്ങളുടെ സ്വഭാവമാണല്ലോ, സ്വാഭാവികം, അതിൽ നടക്കുന്ന. എന്താണ്, സദ്ഗുണസമ്പന്നരായ ധർമ്മപുത്രാദികളെ കൊണ്ട് കള്ളച്ചൂത് കളിപ്പിച്ചു, അവരുടെ രാജ്യാവകാശം അപഹരിച്ചു, നിറഞ്ഞ സഭയിൽ വെച്ച് പാഞ്ചാലിയുടെ മുടി ചുറ്റിപ്പിടിച്ച് അപമാനിച്ചു. ഇങ്ങനെ ഓരോ വിധത്തിലും ഉപദ്രവിച്ചു. ഇങ്ങനെ ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടി ദുര്യോധനാദികളും അവരുടെ സഹായികളും ദുര്യോധനെ ഏറ്റവും അധികം സഹായിച്ചു. അപ്പോഴൊക്കെ ഭഗവാൻ പാണ്ഡുപുത്രന്മാരെ സഹായിച്ചു. അതുകൊണ്ടാണ് തന്റെ സഹായം പാണ്ഡവന്മാർക്കും തന്റെ സൈന്യത്തെ കൗരവന്മാർക്കും വിട്ടുകൊടുത്തു. അത് യുദ്ധമാണ്. കൗരവരിലാണ് യുദ്ധം ഉണ്ടാവേണ്ടത്. ഉണ്ടായി അവർ തന്നെത്താൻ നശിച്ച് ഭൂഭാരത്തെ ഇല്ലാതാക്കാം. അതുകൊണ്ട് ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് ചിലപ്പം കുറെ സങ്കടങ്ങള്, കുറച്ച് തോൽവികൾ, കുറച്ച് പരാജയങ്ങൾ, ഇതൊക്കെ ഉണ്ടായാലും അവസാനം സുഖം ഉണ്ടാകും. ഇതാണ് പാണ്ഡവ കൗരവ കഥയുടെ ബീജം. അങ്ങനെ ഐശ്വര്യവും ശാന്തിയും സമാധാനവും പാണ്ഡവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ രണ്ട് കക്ഷികളെ കാരണമാക്കിയിട്ടാണ് അന്നുണ്ടായിരുന്ന ദുഷ്ടന്മാരെയൊക്കെ ഭഗവാൻ ഇല്ലാതാക്കിയത്. താൻ നോക്കി നിന്നത് മാത്രം. എത്ര പേരെയാണ് അവിടെ കൊന്നു കളഞ്ഞത്, എത്രയോ ദുഷ്ടന്മാരെ കൊല്ലണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചാണ്. ഒന്നും വേണ്ടി വന്നില്ല. അതൊക്കെ ഇങ്ങനെ കേട്ടു. ഇതാണ് കലിയുടെ ഒരു വലിയ വിളയാട്ടം. ഏകോപിതാഫു ബഹുപാണ്ഡുസുതാഫപത്നേർ ദുര്യൂത ഹേളന കചഗ്രഹണാദിഭിസ്താൻ കൃത്വാ നിമിത്തമിതരേതരതഃ സമേതാൻ ഹത്വാ നൃപാൻ നിരഹരത് ശ്രീഭാരമീശം. ഏകോപിതാഫു ബഹുപാണ്ഡുസുതാഫപത്നേർ ദുര്യൂത ഹേളന കചഗ്രഹണാദിഭിസ്താൻ കൃത്വാ നിമിത്തമിതരേതരതഃ സമേതാൻ ഹത്വാ നൃപാൻ നിരഹരത് ശ്രീഭാരമീശം. ഏകോപിതാഫു ബഹുപാണ്ഡുസുതാഫപത്നേർ ദുര്യൂത ഹേളന കചഗ്രഹണാദിഭിസ്താൻ കൃത്വാ നിമിത്തമിതരേതരതഃ സമേതാൻ ഹത്വാ നൃപാൻ നിരഹരത് ശ്രീഭാരമീശം. ഭൂഭാരരാജപ്രതനായ ദുർനിരഫ്യം ഗുപ്തൈ സ്വബാഹുഭിരചിന്തയത പ്രമേയ മന്യേവനേതോപ്യഗതോ ഹി ഭാരോ യാദവം കുലമഹോ അവിഷക്ഷ്യമാസ്തേ. ഭൂഭാര രാജപ്രതന യദുഭിഃ നിരഫ്യ. ഭൂഭാരമായ രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും, പ്രതന എന്ന വാക്കിന്റെ അർത്ഥം സൈന്യം എന്നാണ്. പ്രതന സൈന്യം. അപ്പൊ ഗീതയിൽ വരുന്നൊരു വാക്കാണ്. ഭൂഭാര രാജപ്രതന, ഭൂമിക്ക് ഭാരമായി തീർന്ന രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും 18 അക്ഷൗഹിണിയാണ് ഭാരമായി തീർന്നത്. അവരെ മുഴുവനും യദുഭിഃ നിരഫ്യ, അവരെ മുഴുവനും യദുക്കളെ കൊണ്ട് നിരസിച്ചിട്ട്, യാദവന്മാരെ കൊണ്ട് നിരസിച്ചിട്ട് ഗുപ്തൈ സ്വബാഹുഭിരചിന്തയത അപ്രമേയ. സ്വബാഹുഭിഃ തന്റെ കൈകൾ കൊണ്ട്, ഗുപ്തൈഹി പരിപാലിക്കപ്പെടുന്ന, ഗോപനം ചെയ്യുക, രക്ഷിക്കുക, പരിപാലിക്കുക. ഒന്നാണ് രാജാക്കന്മാർക്ക് ഗുപ്തന്മാരെന്നൊക്കെ പേര് വരുന്നത്. രക്ഷിക്കുന്ന കൊണ്ടാണ്, പരിപാലിക്കുന്നത് കൊണ്ടാണ്. സ്വബാഹുഭിഃ ഗുപ്തൈഹി, സ്വന്തം കൈകളെ കൊണ്ട് അവരെ പരിപാലിക്കപ്പെടുന്നവരായ യാദവന്മാരെയൊക്കെ നിരസിച്ചിട്ട് അചിന്തയത് അപ്രമേയ. അപ്രമേയ ഭഗവാൻ അചിന്തയത്, അളക്കാൻ കഴിയാത്ത മഹത്വമുള്ള, അപ്രമേയം, പ്രമയ്ക്ക് വിഷയീഭവിക്കാത്ത. പ്രമയ്ക്ക് വിഷയീഭവിക്കുന്നതൊക്കെ അളക്കാൻ പറ്റും. അതുകൊണ്ട് അപ്രമേയത്തിന് അളവില്ലാത്ത എന്നർത്ഥം പറയാം.
അപ്രമേയനായ ഭഗവാൻ. നമുക്ക് ആർക്കും ഭഗവാന്റെ ശക്തിയെ മഹത്വവും ഒന്ന് അളന്ന് ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭഗവാൻ ആ ചിന്തയെ ചിന്തിച്ചു. യാദവന്മാരെ കൊണ്ടാണ് താൻ ഭൂഭാരത്തിന്റെ പകുതി കൂടുതൽ ഇല്ലാതാക്കിയത്. ഇനിയും ചിന്തിക്കേണ്ട യാദവന്മാരെ കുറിച്ചാണ്. എന്താ ചിന്തിക്കാൻ കാരണം? മന്യേ വിചാരിച്ചു, അവനേഹെ ഭൂമിയുടെ നനു അല്ലേ, മന്യേവനേർനനു, മന്യേ അവനേഹെ നനു എന്ന 3 വാക്കാം. കൂട്ടി വായിക്കുമ്പോൾ മന്യേവനേർനനു ഒന്നിച്ച് വായിക്കാം. അല്ലെങ്കിൽ മന്യേ അവനേഹെ നനു ഗതോപി അഗതോഹി ഭാര. അവനേഹെ ഭാര, ഭൂമിയുടെ ഭാരം, ഗതോ അപി കുറെ പോയി കിട്ടിയെങ്കിലും അകത്തോ മന്യേ പോയിട്ടില്ല എന്ന് വിചാരിച്ചു. പോയെന്നും വിചാരിച്ചു, പോയില്ലെന്നും വിചാരിച്ചു. ഭൂമിയുടെ ഭാരം കുറെ പോയി എന്ന് വിചാരിച്ചു, കുറെ പോയില്ലെന്നും വിചാരിച്ചു. മന്യേ അവനേർ നനു ഗതോപി അഗതോഹി ഭാര. അവനേഹ ഭാര ഗതോപി അഗത. അവനിയുടെ ഭാരം ഗതമാണെങ്കിലും അഗതമാണ്. എന്താ കാരണം? യത് യാദവം കുലമഹോ, ഇനിയും ഭാരമായിട്ട് നിൽക്കുന്ന യദുകുലമാണ്. ആയുധം കൊണ്ട് അല്ലെങ്കിൽ വടികൊണ്ട് മറ്റുള്ളവരെയൊക്കെ ശരിക്ക് തല്ലി ഉടച്ച് അവരെയൊക്കെ വേദനിപ്പിച്ച് കളഞ്ഞു കഴിയുമ്പോൾ ഇനിയും കൈക്ക് ഭാരമായിട്ടിരിക്കുന്ന എന്താണ്? വടിയാണ്. ആ വടി എന്ത് ചെയ്യണം? തല്ലി ഉടച്ച് കളയണ്ടേ? അല്ലെ ഈ ഭാരം കയ്യിലിരിക്കില്ലേ? യാദവന്മാരെന്ന വടി കൊണ്ടാണ് ഈ യുദ്ധത്തിൽ അനേകം ദുഷ്ടജനങ്ങളെ ഇല്ലാതാക്കിയത്. ആ ഇല്ലാതാക്കിയ വടിയായ യാദവന്മാർ ഇപ്പോഴും കയ്യിലിരിക്കുകയാണ്. ഇപ്പോഴും അവരൊരു ഭാരമാണ്. അവരെ കൂടി എന്ത് ചെയ്യണം? അവിഷഹ്യം ആസ്തേ സഹിക്കാൻ മേലത്തോരായി. ഭൂമിയുടെ ഭാരം തീർക്കാൻ സഹായിച്ച അവര് തന്നെ ഭൂമിക്ക് ഭാരമായി. എന്തൊരാശ്ചര്യമാണ്! ഭൂമിയുടെ ഭാരം തീർക്കാൻ സഹായിച്ചവരാണ് അവര്. എന്റെ ദേഷ്യം തീർത്ത് ശത്രുക്കളെയൊക്കെ അടിച്ച് തകർക്കാൻ സഹായിച്ചാണ് എന്റെ കയ്യിലെ ഈ ആയുധം. ഇപ്പൊ ഈ ആയുധം എനിക്കൊരു ഭാരമായി. അങ്ങനെ ഭഗവാൻ വിചാരിച്ചു, ഇനിയും തനിക്കുള്ള ഏക ഭാരം യാദവന്മാരാണ്. ഞാൻ അവരെ രക്ഷിച്ചു വന്നവരാണ്. അതുകൊണ്ട് അവരുടെ ബലവും ശക്തിയും വീര്യവും ഒക്കെ വർദ്ധിച്ചു വന്നു. ഭൂമിക്ക് ഭാരമായ രാജാക്കന്മാരെയൊക്കെ അവരുടെ സൈന്യം കൊണ്ട് സംഹരിച്ചു. ഇപ്പോൾ അവർ ദുരഹങ്കാരികളായി. ഞങ്ങളാണ് കൃഷ്ണനെ സഹായിച്ചത്, ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചതെന്ന് അവർ ഓരോരുത്തരും ദുരഭിമാനികളായി, അഹങ്കാരികളായി തീർന്നു. അപ്പൊ മറ്റുള്ളവർക്ക് തോന്നും ഭൂമിയുടെ ഭാരം തീർന്നു എന്ന്. പക്ഷെ കൃഷ്ണൻ തോന്നുന്നു തീർന്നില്ല. കാരണം എന്താണ്? ഈ അഹങ്കാരികളായ കുറെ രാജാക്കന്മാർ ഇനി ഇരിക്കുന്നില്ലേ? യാദവന്മാർ. ആ യാദവന്മാരെ കൂടി എന്ത് ചെയ്യണം? ഇല്ലാതായെങ്കിലേ ഭൂമിയുടെ ഭാരം തീർന്ന് എനിക്ക് പറയാൻ പറ്റൂ, മറ്റുള്ളവർക്ക് പറയാം. അതാണ് ഗതോപി അഗത. എല്ലാവരും വിചാരിക്കും, ഓഹോ ഭൂമിയുടെ ഭാരമൊക്കെ കൃഷ്ണൻ തീർത്തു എന്നതായിരുന്നു. ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നി അഗത പോയിട്ടില്ല. കാരണം എന്താണ്? അഹങ്കാരികളായി തീർന്ന യാദവന്മാർ കൂടെ ഉള്ളിടത്തോളൂ. അവരുടെ ബലവീര്യങ്ങൾ അസഹ്യങ്ങളാണ്, ആർക്കും സഹിക്കാൻ പറ്റില്ല. അവിഷഹ്യം ആസ്തേ, സഹിക്കാൻ മേലാത്തതായി തീർന്നു. അങ്ങനെയുള്ള യാദവന്മാരുടെ വംശം വർദ്ധിച്ചു വന്നാൽ ഇനിയും അധർമ്മം വർദ്ധിക്കാൻ ഇടയാകും. യദുക്കൾ ദേവാംശ സംഭവന്മാരാണെങ്കിൽ പോലും അവര് ഗുണാതീതന്മാർ അല്ല. ത്രിഗുണങ്ങൾ അവരെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മനുഷ്യ സ്വഭാവം കയറും. ദേവന്മാരാണ്, ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. ആ അവതാരത്തിൽ എന്നെ പോലെ ഈശ്വരത്വം കൂടുതൽ ഇല്ല, മനുഷ്യത്വമാണ് കൂടുതൽ. അതുകൊണ്ട് അവർ അഹങ്കരിക്കും.
ഞാൻ അഹങ്കരിക്കില്ല, അവരഹങ്കരിക്കും. അത് ഭൂമിക്ക് ഭാരമായിട്ട് തന്റെ അവതാര കാര്യം സാധ്യതപ്രായമായി തീരണമെങ്കിൽ ഇവരെയും കൂടി ഭൂമിയിൽ നിന്നും ഒതുക്കണം. ഇതാണ് തന്റെ രണ്ടാമത്തെ വിചാരം. അതാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചത്. ഭൂഭാരരാജപതനാം യദുഭിർനിരഫ്യാം ഗുപ്തൈഫബാഹുഭിരചിന്തയതപ്രമേയാം മന്യേപനിർനനുഗതോപ്യഗതോ ഹി ഭാരോ യദ്യാദവം പുരമഹോ അവിഷഹ്യമാസ്തേ. ഭൂഭാരരാജപതനായ യദുഭിർനിരഫ്യാം ഗുപ്തൈഫബാഹുഭിരചിന്തയതപ്രമേയാം മന്യേപനിർനനുഗതോപ്യഗതോ ഹി ഭാരോ യദ്യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ. ഭൂഭാരരാജപതനായ യദുഭിർനിരഫ്യാം ഗുപ്തൈഫബാഹുഭിരചിന്തയതപ്രമേയാം മന്യേപനിർനനുഗതോപ്യഗതോ ഹി ഭാരോ യദ്യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ. നൈവന്യത പരിഭവോഫ്യ ഭവേത് കഥഞ്ചിത് മത്സംശ്രയഫ്യ വിഭവോന്നഹനഫ്യ നിത്യം അന്തക്കലിം യദുകുലഫ്യ വിധായ വേണു സ്തംഭഫ്യ വന്യമിവ ശാന്തിമുഖൈമിധാമാം. ന ഏവ അന്യതഃ നൈവ അന്യതഃ, ന ഏവ അന്യതഃ നൈവ അന്യതഃ. അന്യതഃ അന്യരിൽ നിന്നും, പരിഭവഃ അഫ്യ അന്യരിൽ നിന്നും പരിഭവം കഥഞ്ചിത് ഒരു പ്രകാരത്തിലും ന ഏവ ഭവേത് ഉണ്ടാവരുത്. അന്യതഃ പരിഭവഃ കഥഞ്ചിത് അഫ്യ ന ഏവ ഭവേത്. എന്നെ ആശ്രയിച്ചു കഴിയുന്ന യാദവന്മാർക്ക് വെളിയിൽ മറ്റാരിൽ നിന്നും ഒരു തരത്തിലുമുള്ള വിഷമവും ഉണ്ടാവരുത്, ഒരു പരിഭവം അവർക്ക് ഉണ്ടാവരുത്. കാരണം എന്താണ്? മത് സംശ്രയഫ്യ, അവരെന്നെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. വിഭവോ, എന്നെ ആശ്രയിച്ച് കഴിയുന്ന വിഭവം കൊണ്ട്, ഐശ്വര്യാദികളായ വിഭവങ്ങൾ കൊണ്ട്, വിഭവോ ഉന്നഹനഫ്യ അഹങ്കരിക്കുന്നത്, വിഭവോന്നഹനഫ്യ അഭിവൃദ്ധി കൊണ്ട് അഹങ്കരിക്കുന്നവരായ അഫ്യ ഈ യാദവകുലത്തിന് മത് സംശയഫ്യ വിഭവ ഉന്നഹനഫ്യ നിത്യം. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചത് ഇന്നത്തെ പോലെ ചില കൂലിപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഇവരെ അങ്ങ് കൊന്നു കളഞ്ഞാലോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, യാദവന്മാരെയൊക്കെ ആരോ കൂലിക്കാർ വന്ന് തല്ലിക്കൊന്നു എന്നൊക്കെ ആയാൽ ഇത് ശരിയാവില്ല. കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് മറ്റൊരാളിൽ നിന്നും പരിഭവം ഉണ്ടാവരുത്. ഇത് ഭഗവാന്റെ കൃത്യത. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ മറ്റൊരാളെ കൊണ്ട് നശിക്കരുത്, എന്നെ കൊണ്ടാവാം. അതുകൊണ്ട് എന്റെ ബന്ധുക്കളായ എന്റെ കൂട്ടരായ യാദവന്മാരെ ഞാൻ തന്നെ നിഗ്രഹിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പേരെ നിയോഗിച്ചു. വെല്ലാമനെ കൊണ്ട് കൊല്ലിച്ചു, പാണ്ഡവരെ കൊണ്ട് കൊല്ലിച്ചു, ഇങ്ങനെ പലരെ കൊണ്ടും ജയിച്ചു. പക്ഷെ ഇനിയും യാദവന്മാരെ കൊണ്ടും ജയിച്ചു. പക്ഷെ ഇനിയും ഇവരെ ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യുന്നത് ശരിയല്ല. അന്യതഃ പരിഭവോ അഫ്യ കഥഞ്ചെന്ന ഭവൻ, ഇവർക്ക് ഒരു പ്രകാരത്തിലുണ്ടാകും. എന്താ കാരണം? മത് സംശയഫ്യ വിഭവോന്നഹനഫ്യ നിത്യം അന്തക്കലിം യദുകുലഫ്യ, യദുകുലത്തിന്റെ ഉള്ളിലുള്ള കലിയെ വിധായ ചെയ്തിട്ട് വർദ്ധിപ്പിച്ചിട്ട് വേണുസ്തംഭഫ്യ വന്യമിവ, മുളങ്കാടിന് തീ എന്നതുപോലെ ശാന്തിം ഉപൈമി ധാമ, കാട്ടിലെ മുളങ്കാടുകൾക്ക് തീ പിടിക്കുന്നത്
രണ്ട് മുളകൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ട് ആ തീയ് ആ മുളയിൽ കത്തി അത് മറ്റെല്ലാ മുളകളിലേക്കും വ്യാപരിച്ച് എല്ലാ മുളയും നശിപ്പിച്ച് ഈ മുളയും നശിപ്പിക്കും. ഇതാണ് താൻ ആവിഷ്കരിക്കാൻ പോകുന്ന തന്ത്രം. ഇതിന്റെ അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യണം? കലഹം ഉണ്ടാകണം. യാദവന്മാരുടെ ഉള്ളിൽ നിന്ന് തന്നെ കലഹം ഉണ്ടാകണം. കലഹം ഉണ്ടായാൽ മുളകൾ കൂട്ടി ഒരഫി തീ കത്തി ആ തീയെ യാദവ കുലത്തെ മുഴുവനും ദഹിപ്പിച്ചിട്ട് എവിടുന്ന് തീ കത്തിയോ ആ മുളയും ദഹിപ്പിക്കും ഈ തീയെ. നോക്കൂ, എന്നിൽ നിന്നാണ് ഈ തീ ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് എന്നെ ദഹിപ്പിക്കില്ല എന്ന് ഈ മുളക്ക് തീയോട് പറയാൻ പറ്റുമോ? ഇല്ല, കേൾക്കില്ലല്ലോ. അത് കത്തിച്ചാലേ. അതുപോലെ ഭഗവാൻ തന്നെ ഇവരെ കലഹിപ്പിച്ചിട്ട് തമ്മിലടിപ്പിച്ച് ഇവരെ നശിപ്പിച്ചിട്ട് താനും നശിക്കണം. നോക്കൂ, ആരാണോ ഈ തീ ഉണ്ടാക്കാൻ കാരണമായത് ഞാനാണ്, ഞാനും കൂടി നശിക്കണം. ഞാൻ എങ്ങോട്ട് പോകണം? സ്വധാമം ശാന്തി. തന്റെ ഇരിപ്പിടമായ ശാന്തി സ്ഥാനത്തേക്ക് തനിക്ക് എത്തിച്ചേരണം. ഇനിയും തന്റെ കൃത്യം ഇതാണെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ് ചെയ്യാനുള്ളത്. നൈവന്യത പരിഭവോഫ്യ ഭവേത് കഥഞ്ചിത് മത്സം ശ്രയഫ്യ വിഭവോന്നഹനഫ്യ നിത്യം അന്തക്കലിം യദുകുലഫ്യ വിധായ വേണു സ്തബ്ഭ്യ വന്യമിവ ശാന്തിമുപേമിധാമ. നൈവന്യത പരിഭവോഫ്യ ഭവേത് കഥഞ്ചിത് മത്സം ശ്രയഫ്യ വിഭവോന്നഹനഫ്യ നിത്യം അന്തക്കലിം യദുകുലഫ്യ വിധായ വേണു സ്തബ്ഭ്യ വന്യമിവ ശാന്തിമുപേമിധാമ. നൈവന്യത പരിഭവോഫ്യ ഭവേത് കഥഞ്ചിത് മത്സംശ്രയഫ്യ വിഭോന്നഹനഫ്യ നിത്യം അന്തക്കലിം യദുകുലഫ്യ വിധായ വേണു സ്തബ്ഭ്യ വന്യമിവ ശാന്തിമുപേമിധാമ. ഏവം വ്യവഫിതോ രാജൻ സത്യസങ്കൽപൈശ്വരാം ശാപവ്യാജേന വിപ്രാണാം സംജഹ്രേ ഫകുലം വിഭൂ. ഏവം ഇങ്ങനെ വ്യവഫിത നിശ്ചയിക്കുക. ഹേ രാജൻ, അല്ലയോ രാജാവേ പരീക്ഷിതേ, ഇങ്ങനെ നിശ്ചയിച്ച സത്യസങ്കൽപ്പനായ ഈശ്വരൻ. സത്യസങ്കൽപ്പ ഈശ്വര, സത്യമായ സങ്കല്പത്തോടുകൂടി ഈശ്വരൻ. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ഈശ്വരന്റെ ഉള്ളിൽ എന്ത് സങ്കല്പിച്ചു അത് സത്യമാണ്, ഉള്ളതാണ് ഭവിക്കുന്നത്. അസത്യമായത് സങ്കല്പിക്കുന്നില്ല. നമ്മുടെ സങ്കല്പത്തിൽ 90% അസത്യമായിരിക്കും. കാരണം നമ്മൾ ഈശ്വരത്വം തീരെയില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, മനുഷ്യത്വ കുറവും ഈശ്വരത്വം കൂടുതലായി. അതുകൊണ്ട് ഭഗവാൻ സങ്കല്പിക്കുന്നതൊക്കെ എന്താണ്? സത്യമാണ്. അതുകൊണ്ട് സത്യസങ്കല്പൻ എന്ന് ഭഗവാനൊരു പേരുണ്ട്, നമുക്കില്ല. സത്യസങ്കല്പനായ ഈശ്വരൻ ശാപവ്യാജേന വിപ്രാണാം, ശാപം എന്ന വ്യാജം കൊണ്ട്, വിപ്രാണം ശാപവ്യാജേന, ബ്രാഹ്മണരുടെ ശാപം എന്ന വ്യാജം കൊണ്ട്, സംജഹ്രേ സംഹരിച്ചു, സ്വകുലം വിഭു, സ്വന്തം കുലത്തെ. വിഭുവായ ഭഗവാൻ, വിഭു എന്നുവെച്ചാൽ സർവവ്യാപി, വിശേഷേണ ഭൂയതേ ഇത് വിഭു, എല്ലായിടത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവനായ വിഭു സ്വന്തം കുലത്തെ സംജഹ്രേ സംഹരിച്ചു. ഇങ്ങനെ നിശ്ചയിച്ചിട്ട് സത്യസങ്കല്പനായ ഈശ്വരൻ ബ്രാഹ്മണശാപം എന്ന വ്യാജേന സ്വന്തം കുലത്തെ മുഴുവൻ സംഹരിച്ചു. ഏവം വ്യവഫിതോ രാജൻ സത്യസങ്കല്പ ഈശ്വരാം ശാപവ്യാജേന വിപ്രാണാം സംജഹ്രേ ഫൂലം വിഭു. ഏവം വ്യവഫിതോ രാജൻ സത്യസങ്കല്പ ഈശ്വരാം ശാപവ്യാജേന വിപ്രാണാം സംജഹ്രേ ഫൂലം വിഭു. സ്വമൂർത്യാലോകലാവണ്യതന്മുക്ത്യാലോചനം നളാം കീർത്തിസ്ഥാഃ സ്മരതം ചിത്തം പദൈസ്താനിക്ഷതം ക്രിയാഃ. ആച്ഛിദ്യ കീർത്തിം ശ്ലോകാം വിതത്യ ഹ്യഞ്ജസാനുകൗ തമോ അനയാ തരിഷ്യന്തിത്യഗാത് സ്വം പതമീശ്വരാം. സ്വമൂർത്തിയ, സ്വന്തം ശരീരം കൊണ്ട്, സ്വന്തം ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന ശരീരം കൊണ്ട് ലോക ലാവണ്യ നിർമുക്തിയ
ലോകത്തിന്റെ ലാവണ്യത്തെ മുഴുവൻ നിർമുക്തമാക്കുന്ന, മോചിപ്പിച്ചു കളയുന്ന, ലോകത്തിന്റെ സൗന്ദര്യത്തെ മുഴുവനും നിസ്സാരമാക്കി തീർക്കുന്ന ലോക ലാവണ്യ നിർമുക്തിയ, ലോകത്തിലുള്ള ലാവണ്യത്തെ മുഴുവനും മോചിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവനാണ് ഭഗവാൻ. ഭഗവാന്റെ ലാവണ്യം കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ ലാവണ്യം ഉള്ളത്. ഭഗവാൻ ഇല്ലാണ്ടായാൽ ലോകത്തിലെ ലാവണ്യം മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന ഇത്രയും കാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നൃണാം ലോചനം, മനുഷ്യർക്ക് കണ്ണാണ്. മനുഷ്യരുടെ നേത്രത്തെയും ഗീർഭിഹി താഹ, വാക്കുകളെ കൊണ്ടും, താഹ അവയെ സ്മരതാം ഓർക്കുന്ന, ചിത്തം മനസ്സിനെയും, പദൈഹി താൻ ഈക്ഷതാം ക്രിയ, കാലടികൾ കൊണ്ട് അവയെ നോക്കുന്നവരുടെ വ്യാപാരങ്ങളെയും, ഗീർഭിഹി താഹ സ്മരതാം ചിത്തം പദൈഹി താൻ ഈക്ഷതാം ക്രിയാഹ, പദങ്ങളെ കൊണ്ടും ക്രിയകളെ ഈക്ഷിക്കുന്നത് കൊണ്ടും മനുഷ്യരുടെ നേത്രത്തെ വാക്കുകളെ കൊണ്ട്, അവയെ സ്മരിക്കുന്ന മനസ്സിനെ കൊണ്ട്, കാലടികൾ കൊണ്ട്, അവയെ നോക്കുന്നവരുടെ ക്രിയ വ്യാപാരങ്ങളെ കൊണ്ട് ആച്ഛിദ്യ, ആകർഷിച്ചിട്ട്, ആച്ഛിദ്യ, രണ്ട് ശ്ലോകം ഒന്നിച്ചർത്ഥം പറയാം. ഇതിന്റെ ബാക്കിയാണ് ശ്ലോകം, നമുക്ക് ഒന്നിച്ച് പറയാം. ആച്ഛിദ്യ, ആകർഷിച്ചിട്ട്, കീർത്തിം സുശ്ലോകാം വിതത്യ, ഏറ്റവും കീർത്തിക്കപ്പെടേണ്ടതായ കീർത്തിയെ വിതത്യ, വ്യാപരിച്ചിട്ട്, ഹി അഞ്ജസ, പെട്ടെന്ന്, നു അല്ലേ, കൗ എന്നുവെച്ചാ ഭൂമിയിൽ എന്നർത്ഥം. കുശബ്ദത്തിന്റെ അർത്ഥം ഭൂമി എന്നാണ്. ഭൂമിയിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് കുജൻ എന്ന പേരും വന്നിട്ടുണ്ട്. ചൊവ്വയ്ക്ക് പൂവിൽ നിന്ന് ജനിച്ചത്. കു എന്നുള്ളത് ഉകാരാന്ത ശബ്ദമാണ്. അതിന്റെ സപ്തമി കൗ എന്ന് വരും. ഹരവ് എന്ന പോലെ, ഉരവ് എന്ന പോലെ കൗ എന്ന് വരുന്നതാണ്. അപ്പൊ കൗ എന്ന് വെച്ചാൽ ഭൂമിയിൽ എന്നർത്ഥം. ഇവിടേക്കാണ് സംസ്കൃതത്തിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും അർത്ഥത്തിലേക്ക് പോകാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ കൗ അഞ്ജഫ ഫുശ്ലോകാം കീർത്തിം വിതത്യ, ഭൂമിയിൽ എത്രയും വേഗന്ന് ഫുശ്ലോകമായ തന്റെ കീർത്തിയെ വിതത്യ, വ്യാപരിപ്പിച്ചിട്ട്, വിതരണം ചെയ്തിട്ട്, തമോ അനയാ തരിഷ്യന്തി, അതുകൊണ്ട് തമസിനെ ഇല്ലാതാക്കിയിട്ട്, ഇതി അഗാത് സ്വം പദം ഈശ്വര, ഈശ്വര സ്വം പദം അഗാത്, പരമേശ്വരനായ ഭഗവാൻ സ്വന്തം പദമായ വൈകുണ്ഠത്തിലേക്ക് അഗാത് പ്രാപിച്ചു. വൈകുണ്ഠധാമഗമനം വരെയുള്ള ആ കഥ എത്രയോ ശരിക്കും ഒറ്റ ശ്ലോകത്തിലൂടെ തീർത്തു. അവതാരത്തിന്റെ പ്രയോജനം കഴിഞ്ഞു. ഇനിയും താനും ഇടയ്ക്ക് തിരിച്ചു പോകണം, സ്വന്തം സ്ഥാനത്തിലേക്ക് പോകണം. ദുഷ്ടന്മാരെ നിഗ്രഹിച്ചതുപോലെ തന്നെ ഭക്തന്മാരെ അനുഗ്രഹിച്ചിട്ട് വേണ്ടേ പോവാൻ. ഒന്നു മാത്രം പറ്റില്ലല്ലോ. അധർമ്മത്തെ ഇല്ലാതാക്കുകയും ധർമ്മത്തെ രക്ഷിക്കുകയും വേണം. അതാണ് അവതാരത്തിന്റെ ലക്ഷ്യം. അപ്പൊ എന്ത് ചെയ്തു? അതുകൊണ്ട് തന്റെ ശുദ്ധ ചൈതന്യ സ്വരൂപമായ അംശത്തോട് ചേർച്ചയുള്ള ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ലാവണ്യം ഉണ്ടാക്കി. ഭഗവത് ഭക്തന്മാരായ ഭഗവാനോട് കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലുള്ള സകലർക്കും സ്വമൂർത്തിയ, തന്റെ ശരീരം കൊണ്ട്, ലോകലാവണ്യ നിർമുക്തിയ നൃണാം ലോചനം, എല്ലാ വസ്തുക്കൾക്കും ലാവണ്യം ഉണ്ടാക്കി. എത്ര സുന്ദരമായ മനുഷ്യരൂപം ഈശ്വര ചൈതന്യത്തോട് കൂടിച്ചേർന്നപ്പോൾ സൗന്ദര്യമുള്ളതായി, അതിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ സൗന്ദര്യം ഇല്ലാത്തതുമായി ഭയങ്കരമായി തോന്നും. അത് നമ്മളിൽ തന്നെ ഇതുണ്ടാവും. നമ്മൾ തന്നെ ചിലപ്പോൾ ഭയങ്കരനാവും. കാരണം എന്താണ്? നമ്മളുള്ള ഈശ്വരത്വം മുഴുവൻ ഇറങ്ങിപ്പോ അല്പസമയം.
വീണ്ടും വരും, അപ്പോൾ സുന്ദരനാകും. ഇത് രണ്ടും ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവത് സ്വരൂപമാണ് ലോകത്തിന് സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ധരിക്കുക. ഇപ്രകാരമുള്ള സൗന്ദര്യത്തെ പ്രദർശിപ്പിച്ചിട്ട് അപ്പോഴപ്പോഴുള്ള സജ്ജനങ്ങളായ മഹത്തുക്കളുടെ കണ്ണുകൾക്ക് മറ്റൊന്നും കാണാനുള്ള ആഗ്രഹം ഇല്ലാതാക്കി. ലോചനം മനുഷ്യരുടെ കണ്ണുകൊണ്ട് ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ഇനി കാണാനില്ല എന്നാക്കി തീർന്നു. മനുഷ്യന്റെ വാക്കുകളൊക്കെ ഭഗവാനെ കുറിച്ച് പാടുന്ന വാക്കുകൾ മാത്രമാക്കി തീർത്തു. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് ഭഗവാൻ. അതേപോലെ സ്മരതാം ചിത്തം പാതേ, ഭഗവത് പാദങ്ങളെ സ്മരിക്കുന്നവരുടെ മനസ്സില് കാണുന്നിടത്തൊക്കെ ഭഗവാന്റെ പാദപങ്കജങ്ങൾ പതിഞ്ഞു എന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടറിയാൻ പറ്റും. ഭൂമിയിലെ ഓരോ പാടുകളും ഭഗവാന്റെ കാൽപാദങ്ങളാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ട് അവർ മറ്റെങ്ങും പോവാതെ ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഇനിയും ജീവിക്കാൻ പോകുന്നവർ ഇവിടെ ഉണ്ടാകും. ഇപ്പൊ ഉണ്ട്, ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് തരിഷ്യന്തി ഇതി, ഇതിനെയൊക്കെ തരണം ചെയ്തിനിയും ആൾക്കാരുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഭഗവത് കഥകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം പോവാൻ. എന്റെ കാൽപാദങ്ങളും എന്റെ വിഗ്രഹങ്ങളും എന്റെ വാക്കുകളും ഒക്കെ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ട് ജനനമരണരൂപമായ സംസാര ദുഃഖത്തെ നശിപ്പിച്ചതിന് ശേഷം തന്റെ പ്രസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ അങ്ങനെ എത്തിച്ചേരുന്നു. തന്നെ സേവിച്ചുകൊണ്ടിരുന്ന സജ്ജനങ്ങളെ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് സ്വജനം, അന്യജനം, ചേർച്ച, വേർപാട്, അതുകൊണ്ടുള്ള സുഖം ദുഃഖം ഈ ഭാവനകളൊന്നും വിശന്നില്ല. സ്വന്തം ജനങ്ങൾ ദുഷ്ടന്മാരായാൽ അവർ ദുഷ്ടന്മാർ തന്നെ. എന്റെ ആൾക്കാരായാണ്, അവരെ രക്ഷിക്കണം എന്നിന്റെ രാഷ്ട്രീയ പാർട്ടികളെ പോലൊന്നും ഭഗവാൻ വിചാരമില്ല. ദുഷ്ടന്മാർ എവിടെയാണെങ്കിലും അവരെ എന്ത് ചെയ്യണം? ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഭാര്യയായാലും ബന്ധുക്കളായാലും. അതുകൊണ്ട് തന്നെ സഹായിക്കുമെന്ന ദേവന്മാരെയൊക്കെ പരസ്പരം ഇല്ലാതാക്കി അവരൊക്കെ സ്വന്തം സ്ഥാനത്തിലേക്ക് ഉൾക്കൊള്ളും. എന്നിട്ട് താൻ തന്റെ വേഷം അഴിച്ചിട്ട് സുധാമത്തിലേക്ക് പോകും. ഒരു നടൻ 2.5 മണിക്കൂർ വേദിയിൽ വന്ന് ദുഷ്യന്തന്റെ വേഷം കിട്ടി അഭിനയിച്ച് തളർന്ന് ക്ഷീണിച്ച് ചെന്ന് വസ്ത്രം അഴിച്ചു വെച്ച് കുളിച്ച് പഴയ വേഷം ധരിച്ച് പഴയ പോലെ ഒരു പുരുഷോത്തമനായി മാറും. അത്ര മാത്രമേ ഉള്ളൂ തന്റെ അവതാരത്തിന്റെ ലക്ഷ്യം. സ്വമൂർത്തിയാലോകലാവണ്യ നിർമൂർത്തിയാലോചനം നളാം ഗീർഭിസ്താസ്മരതാം ചിത്തം പദേസ്ഥാനീക്ഷതം ക്രിയാം ആച്ഛിദ്യ കീർത്തിം ശ്ലോകം വിതത്യഖ്യജസാനുകൗ തമോനയാ തരിഷ്യന്തീത്യഗാത്സ്വപദമീശ്വരാം സ്വമൂർത്തിയാലോകലാവണ്യ നിർമൂർത്തിയാലോചനം നളാം ഗീർഭിസ്താസ്മരതാം ചിത്തം പദേസ്ഥാനീക്ഷതം ക്രിയാം ആച്ഛിദ്യ കീർത്തിം ശ്ലോകം വിതത്യഖ്യജസാനുകൗ തമോനയാ തരിഷ്യന്തീത്യഗാത്സ്വപദമീശ്വരാം എന്നിങ്ങനെ തന്റെ ലക്ഷ്യം എന്താണെന്ന് ശ്രീശുകൻ പരീക്ഷത്തിനോട് ഇതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു. രാജോവാച ബ്രഹ്മണ്യാനാം പദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപ കഥമഭൂത് കൃഷ്ണീനാം കൃഷ്ണചേതസാം. ഇവിടെ എനിക്കൊരു സംശയം. ബ്രഹ്മണ്യന്മാരുടെ ബ്രാഹ്മണ ഭക്തൻ, ബ്രഹ്മത്തിലേക്ക് ഭക്തിയോടുകൂടിയവർ, ബ്രാഹ്മണനെ കുറിച്ച് വേദങ്ങളെ കുറിച്ച് ഭക്തിയുള്ളവർ. വദാന്യന്മാർ ദാനശീലന്മാർ. വദാന്യത എന്ന് വെച്ചാൽ ദാനശീലം എന്നർത്ഥം. വദാന്യാനാം ബ്രഹ്മണ്യാനാം, ബ്രാഹ്മണ ഭക്തന്മാരും ദാനശീലന്മാരുമായി നിത്യം വൃദ്ധോപസേവിനാം, എന്നും
ജ്ഞാനവൃദ്ധന്മാരെ സേവിച്ചു കഴിയുന്നവരും വൃദ്ധ ഉപസേവിനാം, വൃദ്ധന്മാരെ സേവിക്കുക എന്ന് വെച്ചാൽ ജ്ഞാനവൃദ്ധന്മാരെ സേവിക്കുന്നു എന്നർത്ഥം. അവരിൽ നിന്നും ജ്ഞാനം തനിക്ക് ലഭിക്കാൻ അത് ഇടയാകും. അങ്ങനെയുള്ളവർക്ക് വിപ്രശാപ കഥമഭൂത്, അങ്ങനെയുള്ളവർക്ക് വിപ്രശാപം എങ്ങനെയുണ്ടാകും? കൃഷ്ണീനാം കൃഷ്ണചേതസാം, ശ്രീകൃഷ്ണനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ വൃഷ്ണികൾക്ക് എങ്ങനെ വിപ്രശാപം? ഇതാണ് പരീക്ഷത്തിന്റെ ചോദ്യം. இந்த വൃഷ്ണികൾ ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്നവരായതുകൊണ്ട്, ഭഗവാനെ പോലെ ജീവിച്ചു കാണിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരായതുകൊണ്ട്, ഭഗവാൻ ബ്രാഹ്മണ ഭക്തനായതുകൊണ്ട് ഈ വൃഷ്ണികുലങ്ങൾ മുഴുവൻ ബ്രാഹ്മണ ഭക്തന്മാരാണ്. ഭഗവാൻ ദാനശീലനായതുകൊണ്ട് ഇവരെല്ലാവരും ദാനശീലന്മാരാണ്. അതേപോലെ ജ്ഞാനത്തെ സേവിക്കാൻ എപ്പോഴും ബദ്ധശ്രദ്ധരാണ്. ഇങ്ങനെയുള്ള അനേകം സദ്ഗുണങ്ങളുള്ള ഒരാൾക്ക് എങ്ങനെ ബ്രാഹ്മണ ശാപം ഉണ്ടാകും? ശപിച്ചാൽ ഫലിക്കണം എന്നില്ല. ഫലിക്കണമെങ്കിൽ ആ ശാപം ഏൽക്കുന്നവരുടെ ഉള്ളിൽ ദുഷ്ടതകളോ ദുശ്ചിന്തകളോ അസ്വരസതകളോ ഉണ്ടെങ്കിൽ മാത്രമേ ശാപം ഫലിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫലിക്കില്ല. അപ്പൊ ഇവിടെ ഇവരെ ശപിച്ചാൽ ഇതെങ്ങനെയേക്കും അവർക്ക്? നമ്മൾ വിചാരിക്കും ശപിച്ചാൽ എല്ലാവർക്കും കിട്ടുമെന്ന്. ഇല്ല. ശാപം അനുഭവിക്കണമെങ്കിൽ അതിനുള്ള ദുഷ്ടത ഉള്ളിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇവരാരും അങ്ങനെയുള്ളവരല്ല. ഒരു കാരണവുമില്ലാതെ ഈ ഒരു കാര്യം എങ്ങനെയുണ്ടാകും? ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവർക്ക് ശാപം ഉണ്ടാവും, ശരിയാണ്. ദാനം ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാം? ശാപം ഉണ്ടാവാം. ആത്മജ്ഞാനം നേടാത്തവർക്ക് ഉണ്ടാവാം. പക്ഷെ വൃഷ്ണികൾ ഇതൊന്നുമില്ലാത്തവർ, വാസുദേവന്റെ ആശ്രിതരായി കഴിഞ്ഞുകൂടുന്ന അവർക്ക് എങ്ങനെ ഈ ശാപം ഉണ്ടാകുന്നു എന്ന പരീക്ഷത്തെ ഗഹനമായ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം. ബ്രഹ്മണ്യാനാം വദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപ കഥമഭൂത് വൃഷ്ണീനാം കൃഷ്ണചേതസാം. ബ്രഹ്മണ്യാനാം വദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപ കഥമഭൂത് വൃഷ്ണീനാം കൃഷ്ണചേതസാം. എന്നിമിത്ത ഫവൈശാപോ യാദൃശോ ദ്വിജസത്തമാം കഥമേകാത്മനാം ഭേദ ഏതത് സർവം വദസ്വ മേ. യത് നിമിത്ത, എന്നിമിത്ത, യാതൊന്നു കാരണമായിട്ട്, നിമിത്തം കാരണം. യത് നിമിത്തം, യാതൊന്ന് കാരണമായിട്ട്, ഫ അവൻ, വൈ തീർച്ചയായിട്ടും, ശാപോ ശാപം, യാദൃശ എപ്രകാരം, ദ്വിജസത്തമ ഹേ ദ്വിജശ്രേഷ്ഠ, ഈ ശാപം, സശാപ എന്നിമിത്ത യാതൊരു കാരണം കൊണ്ടാണോ, യാദൃശ ഏതു വിധമായ ശാപം കൊണ്ടാണ്, എന്നിമിത്ത സശാപ യാദൃശ സശാപ, എന്തുകൊണ്ടാണ് ശാപം ഉണ്ടായത്, എപ്രകാരമായിരുന്നു ശാപത്തിന്റെ വരികൾ, എങ്ങനെ നിങ്ങൾ ഇല്ലാതാവട്ടെ, എന്തായിരുന്നു ശാപം? കഥം ഏകാത്മനാം ഭേദ, എങ്ങനെയാണ് ഒന്നിൽ മാത്രം മനസ്സുറച്ചിരിക്കുന്ന ഏകാത്മാക്കൾക്ക് ഭേദം എങ്ങനെ ഉണ്ടാകും? ഏകാത്മനാം ഭേദ കഥം തത് സർവം മേ വദസ്വ. ഇതൊക്കെ എന്നോട് പറഞ്ഞു. ഇനി ഇതാണ് എനിക്ക് വിസ്തരിച്ച് കേൾക്കേണ്ടത്. അപ്പൊ ശ്രീ ശുകബ്രഹ്മർഷി അതിന്റെ കാരണം വിസ്തരിച്ച് പറയാൻ പുറപ്പെടുകയാണ്. എന്നിമിത്തോ യാദിശോ ദ്വിജസത്തമാം കഥമേകാത്മനാം ഭേദ ഏതത് സർവം വദസ്വമേ. എന്നിമിത്തോ യാദിശോ ദ്വിജസത്തമാം
കഥമേകാത്മനാം ഭേദ ഏതത് സർവം വദസ്വമേ. ശ്രീശുകൻ അങ്ങോട്ട് പറയാൻ ആരംഭിക്കുകയാണ്. ബിഭ്രത്വപുഫകലസുന്ദരഫന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈക്ഷതകുലം സ്ഥിതകൃത്യശേഷം. ബിഭ്രത് വപുഹു ശരീരം സ്വീകരിച്ചവൻ, ബിഭ്രത് ധരിച്ചവൻ. ബിഭ്രത് വപുഹു കുടിച്ചിരുമ്പോൾ ബിഭ്രത് വപു ശരീരം സ്വീകരിച്ചവനായ ആ ബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ. സകലസുന്ദര ഫന്നിവേശം എല്ലാ അവയവങ്ങളിലും സൗന്ദര്യം നിറച്ചു വെച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ ഏത് അവയവമാണ് സുന്ദരമല്ലാത്തത്? കേശാദിപാദ വർണ്ണന, പാദാദികേശ വർണ്ണന, ഓരോന്നും ചൊല്ലി നോക്കുമ്പോൾ ഏത് അവയവത്തിനാണ് ഇത് കോട്ടം? ഒന്നിലുമില്ല. സകല സുന്ദര ഫന്നിവേശം കർമ്മ ആചരൻ ഭുവി, ഭൂമിയിൽ കർമ്മം ആചരിച്ചുകൊണ്ട് സുമംഗളം ആപ്തകാമ, ഏറ്റവും നല്ല മംഗളത്തെ ഉണ്ടാക്കിക്കൊണ്ട്, ഏറ്റവും നല്ല മംഗളമുണ്ടാക്കുന്ന കർമ്മത്തെ ചെയ്തുകൊണ്ട് ആപ്തകാമനായിട്ട് എല്ലാ കാമങ്ങളെയും സാധിച്ചവനായിട്ട് ആസ്ഥായ എത്തിയിട്ട് ധാമ, സ്വന്തം ധാമത്തിൽ രമമാണ് ഉദാരകീർത്തി, ഉദാരകീർത്തിയായ ഭഗവാൻ രമിച്ചുകൊണ്ട് സംഹർത്തുമൈക്ഷത കുലം, കുലം സംഹർത്തും ഐച്ഛത, ഐച്ഛത ആഗ്രഹിച്ചു, സംഹർത്തും സംഹരിക്കുന്നതിന് വേണ്ടി, കുലം സംഹർത്തും ഐച്ഛത തന്റെ യാദവ കുലത്തെ സംഹരിക്കാനായിട്ട് ആഗ്രഹിച്ചു ഭഗവാൻ. ആപ്തകാമനായ ഭഗവാൻ തന്റെ വംശത്തെ സംഹരിക്കണം എന്നാഗ്രഹിച്ചു. സ്ഥിതകൃത്യശേഷം ചെയ്യേണ്ട ഭൂമിഭാരത്തിന്റെ ബാക്കി ഉണ്ടെന്ന വിചാരത്തോടെ സ്ഥിതം സ്ഥിതി ചെയ്യുന്നു, നിലനിൽപ്പുണ്ട്. കൃത്യശേഷം കൃത്യം ചെയ്യപ്പെട്ടു, ചെയ്യപ്പെടേണ്ടതിന്റെ ശേഷം ഇനിയും നിലനിൽക്കുന്നു. സ്ഥിതകൃത്യശേഷ, കൃത്യശേഷ സ്ഥിത, ചെയ്യപ്പെടേണ്ടതിന്റെ ബാക്കി ഇപ്പോഴും നിലനിൽക്കുന്നു, ചെയ്യേണ്ടത് മുഴുവൻ തീർന്നിട്ടില്ല എന്ന് വിചാരിച്ചവനായ ഭഗവാൻ തന്റെ കുലത്തെ സംഹരിക്കുവാൻ ഐച്ഛത വിഗ്രഹിച്ചു. ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം, അതാണ് ക്രിയാശക്തിയായി പരിണമിക്കുന്നത്. അങ്ങനെ എല്ലാ അവയവങ്ങളിലും സൗന്ദര്യം നിറച്ചു വെച്ചിരിക്കുന്ന തന്റെ ശരീരം സ്വീകരിച്ച് മംഗളമായ കർമ്മങ്ങൾ ഭൂമിയിൽ ചെയ്തുകൊണ്ട് ആപ്തകാമനായ ഭഗവാൻ, ഉദാരകൃതിയായ ഭഗവാൻ സ്വന്തം ധാമത്തിൽ എത്തി രമിക്കണമെന്ന ആഗ്രഹത്തോടെ ഇനിയും തന്റെ കൃത്യത്തിൽ എന്തൊക്കെയോ അവശേഷിക്കുന്നു എന്ന് വിചാരിച്ച് തന്റെ കുലത്തെ സംഹരിക്കുവാൻ ഐച്ഛത ഇച്ഛിച്ചു. ബിഭ്രദ്വപുഫകലസുന്ദരഫന്നിവേശം കർമ്മ അചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈച്ഛതകുലം സ്ഥിതകൃത്യശേഷം. ബിഭ്രദ്വപുഫകലസുന്ദരഫന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈച്ഛതകുലം സ്ഥിതകൃത്യശേഷം. ബിഭ്രദ്വപുഫകലസുന്ദരഫന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈച്ഛതകുലം സ്ഥിതകൃത്യശേഷം. രണ്ടും കുറച്ച് ഞാൻ വായിക്കുന്നത്, ഇത് വായിച്ച് പരിചയമില്ലാത്തവർക്ക് എന്റെ കൂടെ തന്നെ നിങ്ങൾ ഉറക്കെ വായിച്ചാൽ അനായാസമായിട്ടും തെറ്റില്ലാതെ ഭാഗവതം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിച്ചാൽ. ഇന്നത്തെ ഭാഗവതം സ്ഥിരമായിട്ട് വായിക്കുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്, പഠിച്ചവരുണ്ട്. അവർക്കത് ഒരുപക്ഷെ ആവർത്തനം തോന്നിച്ചേക്കാം. എങ്കിലും ഭഗവൻ നാമങ്ങൾ ആവർത്തിക്കും തോറും അതിന് ബലം കൂടിയാണ്. അതുകൊണ്ട് ഒട്ടും അറിയാത്തവർ, ആദ്യമായി ഈ ക്ലാസ്സിൽ കയറുന്നവർ, ഇത് വായിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുന്നത്. അത് നിങ്ങളും അതേപോലെ വായിച്ചു വന്നാൽ നിങ്ങളുടെ നാവിൽ എത്തും. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ഒക്കെയാണ് ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ എത്തുന്നത്.
വരികൾ നാവിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റൂ. നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ്സാണെന്ന് നിങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിച്ച് കേൾക്കാം. അപ്പൊ അതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ആ കൃത്യം ഏറ്റെടുത്ത് 3 വർഷം ഞാൻ തന്നെ വായിക്കാം. അത് നിങ്ങൾ കേട്ട് വായിച്ചു കഴിയുമ്പോൾ ഈ വായിക്കാനുള്ള വിഷമം മാറിക്കിട്ടും. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ സംസ്കരിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ആപ്തകാമഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആപ്തകാമഹ ഈശ്വരഃ. എന്താണ് കാമങ്ങൾ ആപ്തൻ സ്വീകരിച്ചവൻ. താൻ എന്തൊക്കെ കാമിച്ചാണോ ഇവിടേക്ക് അവതരിച്ച് അതെല്ലാം സ്വീകരിച്ചു. താൻ അവതരിക്കുമ്പോൾ തന്റെ കാമനകൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ പൂർണ്ണമാക്കി. അവതാര കാമനകളെല്ലാം തീർന്നു. അതെല്ലാം ഇനി അവശേഷിക്കുന്ന ഇതേ ഉള്ളൂ, അതും തീർക്കും. അതാണ് സ്വകൃത്യശേഷം, സ്ഥിതകൃത്യശേഷം. അന്നും ഇന്നും എല്ലാം നടക്കുന്നത് ഭൂമിഭാരം തീർക്കൽ തന്നെയാണെന്ന് തോന്നുന്നു, ഇല്ലേ? ത്രേതായുഗത്തിലായാലും ദ്വാപരയുഗത്തിലായാലും കലിയുഗത്തിലായാലും നടക്കുന്നത് ഇത് തന്നെ. ആ സംഘത്തിൽ ഈ സംഘത്തിൽ ഈ ഇതൊക്കെയല്ലേ ഇപ്പൊ നടക്കുന്ന. രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലും കളിയാണെങ്കിലും ചുറ്റും നമ്മൾ എപ്പോഴും കാണുന്ന ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ അന്ന് വ്യാസൻ തന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞിട്ട് ഇങ്ങനെ ലോകത്ത് സംഭവിക്കും നമ്മെ പഠിപ്പിക്കില്ലായിരുന്നു. പക്ഷെ ഭാഗവതം വായിച്ച് നമ്മളത് പറഞ്ഞില്ല. ഇന്ന് സംഭവിക്കുന്നതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കൂറുമാറ്റങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയല്ലേ. അങ്ങനെ മാറി ഇടത്തേക്കും അവിടെ അറിയാൻ രക്ഷയും വിചാരിക്കും. അപ്പൊ അവിടെ ഒരാളെ തല്ലിക്കൊല്ലും. എന്നാൽ ഇനിയും അവിടെ നിൽക്കാതെ ഇപ്പുറത്ത് പറയാൻ ഇവിടെ വരുമ്പോ ഇവിടെ ഇത് തന്നെ കഥ. ഇങ്ങനെ ഈ ദുഷ്ടന്മാരെ ഓടി നടന്ന് ഫൈൻ നശിക്കും. ആരെയും മറ്റൊരാളെ നശിക്കപ്പെടും. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം അടിച്ച് തന്നെ നശിക്കും. അത് ഇവിടെ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെ, അത് തന്നെത്താൻ കുടിച്ച് കഴിച്ച് കുറെ നശിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നശീകരണ പ്രവണതയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിവിടെ തുടരുക തന്നെ പറയും. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കലി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതില്ലേ. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ ഈ ചോദ്യം ഈ ദത്താത്രേയൻ എന്നൊരു മഹർഷിയോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റും ആൾക്കാരെ കണ്ടെന്ന് കാട്ടുതീ എരിയുന്ന പോലെ വെന്തെരിയുമ്പോൾ താങ്കൾക്ക് മാത്രം പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഈ നാടിന്റെ വഴി കൂടി ഇങ്ങനെ സഞ്ചരിച്ചു പോകാൻ എങ്ങനെ സാധിക്കുന്നു? ഇത് കാണുന്നില്ല. ഇത് അതിനൊരു ഉദാഹരണം പറയും. എന്താണ്? കാട്ടുതീ കൊണ്ട് എരിഞ്ഞ് കാട്ടുതീ മുഴുവൻ കത്തുമ്പോൾ, കാട് മുഴുവൻ ദഹിക്കുമ്പോൾ ഒരാന അതിൽ നിന്നിറങ്ങി നല്ല ശുദ്ധമായ ഗംഗാജലത്തിൽ ആർത്ത് കുളിച്ച് വെള്ളം തെറിപ്പിച്ച് കുളിച്ച് അങ്ങനെ രസിച്ച് കളിക്കുന്നു. ഇതുപോലെയല്ലേ താങ്കൾ ഇപ്പൊ? ഇതെങ്ങനെ സാധിച്ചു? ഞാൻ മറുപടിയാണ് അടുത്ത അധ്യായത്തിലേക്ക് വരിക. അവിടെയാണ് രസകരമായ വിഷയത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് വിചാരിച്ചാൽ നിയന്ത്രണവിധേയമാക്കാനാവാതാകും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇത് ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ കുറെ പേർക്ക് ഈ ബാധ ഏൽക്കാതെ ഇവിടുന്ന് രക്ഷപ്പെടാം. അതേ ഇനി ചെയ്യാൻ അതെ. അത് മറ്റുള്ളവരെ നന്നാക്കി എടുക്കാൻ നമുക്ക് ഇനിയിപ്പോ എന്തായാലും വലിയ പാടാണ്. അപൂർവം ചെല്ല കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നന്നാക്കല് സ്വയമേവ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ എത്രയോ ദീർഘദൃഷ്ടിയായ വ്യാസം കണ്ടറിഞ്ഞ് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഭാഗവതം ഇത് കാണുമ്പോൾ ഒരു വലിയ ശാസ്ത്രമാണെന്ന് നമുക്ക് തോന്നും. ഓരോ വരിയും ശ്ലോകവും എല്ലാം. പക്ഷെ അങ്ങനെ അറിയണം ഭാഗവതം, എങ്കിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. സർ, ബാഹ്യമായി എന്തെല്ലാം നടന്നാലും ആത്മാരാമനായിരിക്കണമെന്നൊരു സന്ദേശം ഇല്ലേ സാർ? അതാണ് ഏറ്റവും പ്രധാനം. ബാഹ്യത്തിൽ എന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നോട്ടെ, എന്നെ ഇതൊന്നും ബാധിക്കില്ല.
ഞാൻ സന്തുഷ്ടചിത്തനായിട്ട് ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു. ഇവിടെ നമസ്കാരം സാർ. ഇവിടെയും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം പൂർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം എന്നുള്ള ഒരു തീർച്ചയായിട്ടും ലക്ഷ്യം നമ്മളെ പൂർത്തീകരിച്ച അറിയിക്കുകയാണ് ഭഗവാനെ ചെയ്യുന്നത്. അത് തന്നെയാണ് ഭഗവാൻ മനുഷ്യാവതാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. നല്ലൊരു തത്വമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതെ അതെ ഇതെല്ലാം സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അത് ഉപയോഗിക്കും, വിനിയോഗിക്കണം, അത് അറിയണം, ഇതാണ് വേണ്ടത്. അതെ. സംശയങ്ങൾ ഏതെങ്കിലും ഇപ്പൊ സംഹരിക്കാം. ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്തേ സർ. നമസ്തേ. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം.